വികസിത കേരളം, വികസിത നിലമ്പൂർ, അതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. LDFും UDFും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ NDA ആ വെല്ലുവിളി ഏറ്റെടുത്തു. മോഹൻ ജോർജ് നിലമ്പൂരിന്റെ മകനാണെന്നും രാജീവ് ചന്ദ്രശേഖർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. എത്രത്തോളമാണ് ബിജെപിയുടെ പ്രതീക്ഷകൾ നിലമ്പൂരിൽ? നോക്കൂ, ഞങ്ങൾ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 30 ജില്ലയിൽ യാത്ര ചെയ്ത് വികസിത കേരളം കൺവെൻഷൻ ചെയ്തിട്ട് എനിക്കൊരു സംശയമില്ല, ഈ നാട്ടിൽ ജനങ്ങൾക്ക് മാറ്റം വേണം. അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവരാനും ഇവിടെ ഒരു വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കാൻ BJP NDA ശക്തമായിട്ട് അധ്വാനിക്കും. നമ്മുടെ കാൻഡിഡേറ്റായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ ഒപ്പം ഞങ്ങൾ ഈ ഒരു വികസിത നിലമ്പൂരിൻ്റെ ഒരു കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കും എന്താണ് അവർക്ക് വേണ്ടത്. 2 ചോയ്സ് ഉണ്ട്. ഈ LDFും UDFിൻ്റെ പഴയ രാഷ്ട്രീയവും അല്ലെങ്കിൽ NDA BJPനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം, അത് ആണ് 2 ചോയ്സ്. ജനങ്ങൾ തീരുമാനിക്കും. ഒപ്പം തന്നെ ഇതിൽ ക്രൈസ്തവ മേഖലയിൽ നടക്കം കൂടുതൽ വോട്ടുകൾ കുറി BJP പ്രതീക്ഷിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇത്തരത്തിൽ മലയോര മേഖലകളിൽ ആ പ്രതിനിധിത്വം ഉൾപ്പെടെയുള്ളതെന്നോ? ഞാൻ ഒരു സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് പറയാണ്, ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തായാലും പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഊർജിതമായി മുന്നോട്ട് പോകും BJP നിലമ്പൂരിൽ എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിനു പാമ്പയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.